ഹലോ നാട്ടുകാരെ, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? യൂട്യൂബ് ചാനലൊക്കെ എങ്ങനെ പോകുന്നു? ഈ വീഡിയോ കാണുന്ന എല്ലാവരും യൂട്യൂബിൽ നമ്മളെ ചാനൽ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ് കംപ്ലീറ്റ് ചെയ്യുക. ഇതൊക്കെ തന്നെയായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല സന്തോഷം തോന്നും. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ കാണാം. ഏ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളെല്ലാവരും സ്വപ്നം മോണിറ്റൈസേഷൻ ആണല്ലോ. അപ്പോൾ മോണിറ്റൈസേഷന് വേണ്ട കുറച്ച് ക്രൈറ്റീരിയാസ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. അതായത് യൂട്യൂബ് ചാനലിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് രണ്ട് ടൈപ്പിലാണ്, മെയിൻലി രണ്ട് ടൈപ്പിലാണ്. അതായത് ലോങ് വീഡിയോ ആയിട്ടും ഷോർട്സ് ആയിട്ടും. നമുക്ക് ഇതിൽ ലോങ് വീഡിയോസും ഷോർട്സും കമ്പയർ ചെയ്ത് നോക്കാം. ശരിക്കും നമ്മുടെ ഗോളിലേക്ക് എത്താൻ നമുക്ക് ഏതാണ് നല്ല വഴി? ഷോർട്സ് ആണോ അതോ ലോങ് വീഡിയോ ആണോ? നിങ്ങൾ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമുക്കതിനെ പറ്റിയൊരു ഡീറ്റെയിൽ ആയിട്ട് നമുക്കതൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളിപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. പക്ഷെ നമ്മൾ ഫസ്റ്റ് ലോങ് വീഡിയോസാണ് ചെയ്ത് വരുന്നതെങ്കിൽ ഈ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ കുറച്ച് പാടായിരിക്കും. പിന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസിനെ കുറിച്ചാണ്. അല്ലാണ്ട് ഒരു വീഡിയോ ഇട്ട് അത് മില്യൺ വ്യൂസ് പോയി ഒറ്റയടിക്ക് ചാനൽ മോണിറ്റൈസ് ആകുന്ന ചില ലക്കി ആൾക്കാരുണ്ട്. അവരെക്കുറിച്ചല്ല കേട്ടോ ഈ പറയുന്നത്. അങ്ങനെ ഉള്ളവർ ഉണ്ടാവട്ടെ, നമുക്കെല്ലാവർക്കും അത് സംഭവിക്കട്ടെ. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അതുപോലത്തെ ഒരു അവസരം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോഴും ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നു, ഷോർട്സ് ഇടുന്നു, എന്നിട്ടും ഒരു വിചാരിച്ചൊരു റീച്ച് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഈ നമ്മൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ 1000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ലോങ് വീഡിയോസിലൂട്ടിയാണോ ഷോർട്സിലൂട്ടിയാണോ കൂടുതൽ കിട്ടുന്നത്? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഷോർട്സിലൂട്ടിയാണ് കുറേ സബ്സ്ക്രൈബേഴ്സ് വേഗത്തിൽ കിട്ടുന്നത്. കാരണം ലോങ് വീഡിയോസിന് എപ്പോഴും വ്യൂസ് കുറവായിരിക്കും, ആൾക്കാരിലേക്ക് എത്തുന്നത് വളരെ കുറച്ചായിരിക്കും. പിന്നെ ഷോർട്സ് പെട്ടെന്ന് ആൾക്കാർ സ്ക്രോൾ ചെയ്ത് പോകുന്നതുകൊണ്ട് കുറേ പേരും ഷോർട്സ് കാണാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻ്റ് ആണെങ്കിൽ ഷോർട്സ് ക്ലിക്കായിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂടും. അപ്പം നമ്മൾ വിചാരിക്കും അതാണ് ഈസി വഴി, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടല്ലോ, എന്നാൽ ആ വഴിക്ക് 10 മില്യൺ വ്യൂസും കൂടി ആക്കി ഷോർട്സ് വഴി മോണിറ്റൈസ് ചെയ്യാമെന്നൊരു തോന്നൽ വരാം. പക്ഷെ അവിടെ ഇരിക്കുന്നൊരു വലിയൊരു കടമ്പയാണ് ഈ 10 മില്യൺ വ്യൂസ് എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ ആലോചിച്ചാൽ 1 മില്യണുള്ള ഒരു 10 ഷോർട്സ് കിട്ടിയാൽ മോണിറ്റൈസേഷനായി. പക്ഷേ ഈ 1 മില്യൺ എന്നൊക്കെ പറയുന്നത് ഈ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ അക്കൗണ്ടിന് വളരെ എളുപ്പത്തിൽ പോകുന്നതും, എന്നാൽ ഒരു സാധാരണക്കാരൻ്റെ അക്കൗണ്ടിൽ ഒട്ടും വരാത്തതുമായിട്ടുള്ളൊരു കാര്യമാണ് ഈ മില്യൺ വ്യൂസൊക്കെ. നമ്മൾ കുറേ കാലം കാത്തിരുന്ന് വീഡിയോസ് ഇട്ടിട്ടായിരിക്കും ചിലപ്പം ഒരാളൊരു മില്യണൊക്കെ അടിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യം പോലെയാണ്. അതല്ല, നമ്മളപ്പം ഷോർട്സ് വഴി മോണിറ്റൈസേഷന് ശ്രമിക്കുകയാണെങ്കിൽ ഈ 10 മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഈ 10 മില്യൺ വ്യൂസിനൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയാലോ? ഈസിയാണോ ഈ 10 മില്യൺ വ്യൂസ് കിട്ടാനുള്ളത്? അതും 10 മില്യൺ വ്യൂസ് ഇൻ ദ ലാസ്റ്റ് 90 ഡേയ്സ് എന്നാണ്. ലാസ്റ്റ് 90 ഡേയ്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ 90 ദിവസം. അതായത് നമ്മൾ ചാനൽ തുടങ്ങിയ ദിവസം മുതൽ 90 ദിവസം എന്നല്ല, ഏതെങ്കിലും ഒരു 90 ദിവസം. ചിലപ്പോൾ ചാനൽ തുടങ്ങി ഒരു കൊല്ലം കഴിഞ്ഞിട്ടിരിക്കാം. ഏതെങ്കിലും ഒരു 90 ദിവസം അവരെടുത്ത് നോക്കുമ്പോൾ നമുക്ക് 10 മില്യൺ വ്യൂസ് ഉണ്ടായിരിക്കണം. ആ ഒരു വ്യൂസ് കിട്ടുക എന്നുള്ളതാണ് ഈ 10 മില്യൺ വ്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ 90 ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 3 മാസക്കാലം. ഒരു 3 മാസക്കാലം കൊണ്ട് 10 മില്യൺ വ്യൂസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ബിഗിനർ ചാനലിന് ഈസി ആയിട്ടുള്ളൊരു കാര്യമേ അല്ല. നമുക്കിതിനൊന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചൊന്ന് നോക്കാം. നമ്മൾ ദിവസവും 2 ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നു. നമ്മളൊരു വളരെ ബിഗിനറായിട്ടുള്ളൊരു ചാനലാണ്. അപ്പം നമ്മളൊരു ഒരു ദിവസം 2 ഷോർട്സ് അപ്ലോഡ് ചെയ്താൽ ഒരു 3 മാസം ആകുമ്പോഴേക്കും നമ്മൾ ആക്ച്വലി 90 ഡേയ്സിൽ 180 ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. 150 ഷോർട്സ്. ഈ 150 ഷോർട്സിൽ എത്ര വ്യൂസ്, നമുക്കൊരു ആവറേജ് നമ്മളെ വ്യൂസ് ആവറേജ് എത്ര പോകുന്നു നോക്കാം. നമ്മളൊരു വ്യൂസ് ചിലപ്പോൾ 1000-ലായിരിക്കും, അല്ലെങ്കിൽ 2000-ൽ.
ഇനി നമുക്ക് ചില ആൾക്ക് 5000 വരെ പോകാം. ചില വീഡിയോസിന് കൂടുതൽ വ്യൂസും ചിലതിന് തീരെ വ്യൂസ് കിട്ടാണ്ടും ഉണ്ടാവാം. അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു ആവറേജ് ഒരു 5000 ആണെന്ന് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു 180 ഷോർട്സ് ഒരു 90 ഡേയ്സ് കൊണ്ട് ഇട്ടിട്ടാകുമ്പോൾ നമുക്കൊരു ആവറേജ് ആയിട്ടൊരു 5000 വ്യൂസും കൂടി എടുത്തു. അപ്പം നമുക്ക് കിട്ടുന്നൊരു വ്യൂസ് എന്ന് പറയുന്നത് ടോട്ടലി 9 ലക്ഷമാണ്. അതായത് നമ്മൾ 90 ദിവസവും 2 ഷോർട്സ് വെച്ചിട്ടു 5000 വ്യൂസ് നമ്മളൊരു ആവറേജ് വ്യൂസ് വരുന്നു. അപ്പം നമുക്ക് അവസാനം ഈ 90 ഡേയ്സിൽ കിട്ടുന്ന വ്യൂസാണ് 9 ലക്ഷം. 9 ലക്ഷം എവിടെ കിടക്കുന്നു, 10 മില്യൺ എവിടെ കിടക്കുന്നു? ആ ഒരു ഡിഫറൻസ് ഉണ്ട്. നമുക്ക് 10 മില്യണിലേക്ക് എത്തുക എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് ടഫായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ തുടക്കക്കാരായ ചാനലുകാർക്ക് ഈ 5K അല്ലെ 5000 വ്യൂ എന്ന് പറയുന്നതൊന്നും പെട്ടെന്ന് എത്തുന്നൊരു കാര്യമല്ല. 1000 വ്യൂ, 500 അങ്ങനെയൊക്കെ ആയിരിക്കും വ്യൂസ്. അപ്പം പിന്നെ ഈ 9 ലക്ഷവും എത്തില്ല. പിന്നെ ലക്കിൽ ഒരു വീഡിയോ ഒക്കെ നന്നായി കയറിപ്പോയാലൊക്കെ കുറച്ച് ഒരു വീഡിയോ 1 മില്യൺ വ്യൂ അടിച്ചെന്നാൽ പോലും പിന്നെയും കിടക്കുകയാണ് 9 മില്യൺ. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ഷോർട്സിൻ്റെ കാര്യം. അപ്പം നമുക്ക് ഷോർട്സ് അവിടെ നിൽക്കട്ടെ. ഇത് കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നിയേക്കാം അല്ലേ? അപ്പം നമുക്ക് വാച്ച് ഹവറിൻ്റെ കാര്യം നോക്കാം. ഈ വാച്ച് ഹവർ എന്ന് പറയുന്നത് 4000 വാച്ച് ഹവറാണ് വേണ്ടത്. കേൾക്കുമ്പോൾ 4000 എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് എത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ 365 ദിവസമുണ്ട്. പക്ഷേ ഈ 4000 വാച്ച് ഹവറിന് വേണ്ടിയിട്ട് ലാസ്റ്റ് 365 ദിവസത്തെ വാച്ച് ഹവറാണ് അവർ കൂട്ടുന്നത്. ഇനി നമുക്ക് വാച്ച് ഹവർ വെച്ചിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു നോക്കാം. അതായത് നമ്മളിപ്പോൾ നമ്മളെ ചാനലിൽ ഒരു 7 മിനിറ്റുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. 7 മിനിറ്റുള്ളൊരു വീഡിയോ എല്ലാവരും കണ്ട് ഒരു 5 മിനിറ്റ് എല്ലാവരും കണ്ടുള്ളൂ എന്ന് വെക്കുക. കാണുന്നവരൊക്കെ കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്തിട്ടും പിന്നെ ലാസ്റ്റ് ഫുൾ കാണാണ്ടും ഒരു 7 മിനിറ്റുള്ളത് 5 മിനിറ്റ് കണ്ടു. അപ്പം നമുക്ക് ഈ 4000 വാച്ച് ഹവർ എത്താൻ വേണ്ടിയിട്ട് ഇത് എത്ര പേര് കാണണം, അല്ല എത്ര വ്യൂസ് കിട്ടണം? അപ്പോൾ നമുക്കിവിടെ എല്ലാം ബേസിക് മാത്സ് ആണ്. ഇതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഒരു രസമാണ്. എങ്ങനെ വന്നാൽ അങ്ങനെ കിട്ടും. നിങ്ങളാരെങ്കിലും ഇങ്ങനെ എന്നെപ്പോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ അത് കമൻസ് പറയാം കേട്ടോ. അപ്പോൾ എത്ര വ്യൂസ് വേണമെന്ന് വെച്ചാൽ നമുക്ക് 48K വ്യൂസ് വേണം. അതായത് 48,000 ആൾ നമ്മളെ വീഡിയോ ഒരു 5 മിനിറ്റ് കണ്ടാൽ ആവുന്ന കാര്യമാണ് ഈ 4000 വാച്ച് ഹവർ. അപ്പം കുറച്ച് നമുക്കൊരു സുഖം തോന്നുന്നില്ലേ അത് കേൾക്കുമ്പോൾ? ഈ 48,000 ആൾ കണ്ടാൽ മതി ഒരു 5 മിനിറ്റ് നമ്മൾ വീഡിയോ. അപ്പോൾ നമ്മൾ ചാനലിൽ ഒരു വീഡിയോ ഒന്നുമല്ലല്ലോ, നമ്മൾ കുറേ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഈ ഒരു കൊല്ലം കൊണ്ട്, അതായത് 365 ദിവസം കൊണ്ട് നമ്മൾ കുറേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ വീഡിയോയും ചിലപ്പോൾ 1 മിനിറ്റ്, 2 മിനിറ്റ്, ചിലപ്പോൾ ഒരു 4 മിനിറ്റ് ഇത്രയൊക്കെ ആൾക്കാർ കാണുമായിരിക്കും. കാരണം നമ്മൾ ചിലപ്പോൾ 5-10 മിനിറ്റൊക്കെ വീഡിയോ ഇറക്കുന്നുണ്ടാവും. ചിലപ്പോൾ ആൾക്കാർ ഒരു 1 മിനിറ്റൊക്കെ കണ്ടിട്ട് അടുത്ത വീഡിയോയിലോട്ട് പോയി കളയും. അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നമ്മൾ കുറേ വീഡിയോസ് ഇട്ട് അപ്പോൾ അതിലെല്ലാവരും കയറി കണ്ട് ഒരു 48,000 ആൾ മൊത്തത്തിലൊരു 5 മിനിറ്റ് നിങ്ങളെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളെ 4000 വാച്ച് ഹവർ കംപ്ലീറ്റ് ആവും. അതുപോലെ ഇനിയിപ്പോൾ നിങ്ങളെ വീഡിയോ 10 മിനിറ്റ് ആൾക്കാർ കാണുകയാണെങ്കിലോ 4000 കംപ്ലീറ്റ് ആകാൻ 24K മതി. ഇനി അതൊരു 20 മിനിറ്റ് ആണെങ്കിലോ 12K മതി. ഒരു 30 മിനിറ്റ്, ഒരു അരമണിക്കൂർ നിങ്ങളെ ആ വീഡിയോസ് എല്ലാം കൂടി ഒരു 8000 ആൾ കാണുകയാണെങ്കിൽ തന്നെ 4000 വാച്ച് ഹവർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വാച്ച് ഹവറിൻ്റെ ഒരു കാര്യം. ഇത് കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നുന്നില്ലേ? പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. നമ്മൾക്കെന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ കിട്ടുന്ന വ്യൂ ആയിരിക്കില്ല ചിലപ്പോൾ 2 മാസം കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. ആദ്യം 1Kയിൽ നിൽക്കുന്നവർ ചിലപ്പോൾ ഒരു 2 മാസം കഴിയുമ്പോഴേക്കും 5K, 8K, 10Kയിലൊക്കെ എത്തിയെന്ന് വരും. അപ്പോൾ നമ്മൾ ചാനലിൽ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മൾ നല്ല കണ്ടൻറ്റൊക്കെ ഇടുന്നതാണെങ്കിൽ. അപ്പോൾ എന്താ, നമ്മളെ ചാനൽ അതുപോലെ ഇങ്ങനെ ഗ്രോ ആകട്ടെ. നമുക്കെല്ലാവർക്കും ആ ഒരു മൊമെൻറ്റ്, നമ്മൾ ആദ്യത്തെ 1000 സബ്സ്ക്രൈബേഴ്സ് ടച്ച് ചെയ്യുന്ന സമയം, പിന്നെ നമുക്കൊരു 4000 വാച്ച് ഹവർ കംപ്ലീറ്റ് ആവുന്ന സമയം, ഇതൊക്കെ നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ എന്താ, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യം. ഒന്നും ഈസി അല്ല. നമ്മളെന്ന് വെച്ചാൽ ഒരു വീഡിയോ ഇട്ട് അതിന് മോണിറ്റൈസായി യൂട്യൂബിൽ നിന്ന് ഇൻകം വരും അങ്ങനെ വിചാരിക്കരുത്. ഇതെല്ലാം ഒരു ബിൽഡിംഗ് ബ്ലോക്സാണ് നമ്മളിടുന്ന ഓരോ വീഡിയോയും. അതായത് ഒരു വീഡിയോ നമ്മൾ ഫൈനലല്ല, നമ്മൾ ഒരു ഇങ്ങനെ സ്റ്റെപ്പ് കയറുന്നത് പോലെയാണ്. അപ്പം നമ്മൾ ഇട്ട് ഓരോ സ്റ്റെപ്പ് എടുത്ത് വെച്ച് മുകളിലെത്തുന്നതാണ്. അപ്പം
നമ്മൾ സെലിബ്രിറ്റീസ് ഒന്നും അല്ലാത്തിടത്തോളം ഈ ഒരു വഴി തന്നെ നമുക്ക് വീഡിയോസ് ഇട്ടിട്ട് സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ. പിന്നെ മെയിൻ കാര്യം എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മളെ കണ്ടൻറ് തന്നെയാണ് മെയിൻ. തംബ്നെയിൽ അട്രാക്റ്റീവായിട്ട് ഇടുക, അതുപോലെ എഴുതുന്ന ക്യാപ്ഷനും കാണുന്നവർക്ക് ഒന്ന് കയറി നോക്കാൻ തോന്നണം. അതാണ് മെയിൻ ഉദ്ദേശം. അല്ലാണ്ട് വേറെ മെയിനായിട്ട് പല വീഡിയോസും കണ്ടിട്ടുണ്ട്, ഇത് സെറ്റിംഗ് ഓൺ ആക്കൂ, ആ സെറ്റിംഗ് ഓൺ ആക്കൂ, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതൊന്നും കൊണ്ടൊരു കാര്യമുണ്ടെന്ന്. നമ്മൾ ഒന്നും നോക്കാണ്ടൊരു വീഡിയോ ഇട്ടാൽ പോലും അതിൻ്റെ തംബ്നെയിലും ഉള്ളിലെ കണ്ടൻറ്റും ക്യാപ്ഷനും അടിപൊളിയാണെങ്കിൽ അത് എങ്ങനെ ഇരുന്നാലും വൈറലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ യൂട്യൂബിൽ നിന്ന് മോണിറ്റൈസ്ഡ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവരുടെ നല്ല ദിവസം വരും. അത്രയൊക്കെ ഉള്ളൂ. ബൈ.